നമസ്കാരം സാർ. നമസ്കാരം സാർ, നമ്മളെ ചെക്കുകൾ ബാങ്കിൻ്റെ ബാങ്ക് തുടങ്ങുന്ന ആദ്യകാലങ്ങളിൽ നമ്മൾ ചെക്കുകൾ, അതായത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടിന് ധനവിനിയോഗം നടത്തുന്നതിന് ക്യാഷ് കയ്യിലില്ലെങ്കിൽ ചെക്ക് കൊടുക്കാറുണ്ട്, ഡ്രാഫ്റ്റുകളൊക്കെ. പിന്നീട് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ GPay ഒക്കെ ചെയ്യുന്നൊരു കാലമാണ്. ചെക്ക് കൊടുക്കുന്നതിന് പ്രധാനമായിട്ട് 2-3 കാര്യങ്ങളുണ്ടായിരുന്നല്ലേ. ഒന്ന്, കയ്യിലിപ്പോൾ കാശുണ്ടെങ്കിൽ ഒരു ഡേറ്റ് എഴുതി നമുക്ക് ചെക്ക് കൊടുക്കാം. 2, 3, 4 മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് കച്ചവടക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകാരൊക്കെ. അതുപോലെ നമുക്ക് ഒരാൾക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാം, ചെക്ക് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അതൊക്കെയായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തുന്ന സമയത്ത് നമ്മൾ കൊടുത്തത് തെളിവില്ല എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ചെക്ക് കൊടുത്താൽ നമുക്ക് അക്കൗണ്ട് വഴി കാശ് പോകുമ്പോൾ അതിനൊരു തെളിവുണ്ടാവുമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെക്ക് ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ ഒരു കാലത്ത് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ GPay ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ അക്കൗണ്ട് നമ്മുടെ നാളിലെ അക്കൗണ്ടിലേക്ക് നാൾ പൈസ കൊടുത്തു നിൽക്കില്ല അല്ലെ ഈ കാലഘട്ടത്തിൽ. പക്ഷെ എന്നാലും ഇന്ന് ചെക്ക് അത്യാവശ്യമാണ്. എല്ലാവർക്കും ചെക്ക് ഡ്രാഫ്റ്റൊക്കെ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് അല്ലേ. ഈ ചെക്കിൽ പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ പുതിയ കുറേ മാറ്റങ്ങളും പുതുതൊക്കെ വന്നു എന്ന് പറഞ്ഞു. ആദ്യകാലങ്ങളിൽ എനിക്ക് തോന്നുന്നത് ചെക്ക് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊരു സിവിൽ കേസ് മാത്രമായിരുന്നു. പിന്നീട് അത് ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിലേക്ക് മാറിയിട്ടുണ്ട് ചെക്ക് കേസുകൾ. കാരണം ഫ്രോഡ് കാണിക്കുന്നുണ്ട് ചെക്കിനകത്ത്, ചെക്ക് കൊടുത്തിട്ട് പല തരികാടികളും കാണിക്കുന്ന പരിപാടി എടുക്കുന്നതല്ലേ. ഇപ്പം പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒന്നാമത്തെ ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ നമുക്ക് അറിയാനുള്ളത്, പിന്നെ ചെക്ക് കൊടുത്തിട്ട് പൈസ കൊടുത്തില്ല എന്ന് വിചാരിക്കുക, പൈസ കിട്ടിയില്ല, ബൗൺസായിപ്പോയി. ബൗൺസായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ കേസ് കൊടുത്ത്, ക്രിമിനൽ കേസാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുകയാണ്, ജയിൽവാസം. ആ ജയിൽവാസം കഴിയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് പൈസ കൊടുത്ത ആൾക്ക് ഗുണമില്ല, പൈസ കിട്ടില്ലോ. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വല്ല പ്രോപ്പർട്ടീസോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും ഈ പണം ഈടാക്കാനുള്ള വകുപ്പുകൾ ഉണ്ടോ? ഇത്ര കാര്യങ്ങളാണ് അറിയേണ്ടത്. അത് സുരേഷ് പറഞ്ഞത് ഒരു 1-2 കാര്യങ്ങൾ ചില തിരുത്തുകളുണ്ട്. ഒന്ന് പറഞ്ഞത് പലരുടെ അറിവില്ലായ്മ കൊണ്ട് സുരേഷ് ചോദിക്കുന്നത്. ഈ പൊതുജനങ്ങൾ പലർക്കും അങ്ങനെ തെറ്റിദ്ധാരണ വരാൻ സാധ്യത. വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വായിന്ന് വന്നു. അത് കൈ കാശില്ലെങ്കിൽ നമ്മൾ ചെക്ക് കൊടുക്കണം. തെറ്റാണത്, ചെയ്യാൻ പാടില്ല. നിയമം എന്താണെന്നൊന്ന് മനസ്സിലാക്കി. നിയമത്തില് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എന്നൊരു നിയമം. അപ്പം ആ നിയമം പ്രകാരമാണ് ഈ ചെക്ക് വരുന്നത്. സത്യത്തിൽ ഭാരതീയ ന്യായ സംഹിതയല്ല, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എന്ന നിയമം അനുസരിച്ചാണ് ചെക്ക് ഗവേൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ചോദ്യം നമ്മൾ മനസ്സിലുദിക്കുന്നത്, എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, അതിൻ്റെ ആവശ്യം എന്താണ്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എപ്പോഴും വരുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പണത്തിനു പകരം ഉപയോഗിക്കാവുന്ന രേഖകളെ പൊതുവെ നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം. കാരണം ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനമായും 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന്, പ്രോമിസറി നോട്ട്. 2, ബില്ല് ഓഫ് എക്സ്ചേഞ്ച്. 3, ചെക്ക്. അപ്പം നമ്മൾ ചെക്ക് മാത്രമേ പറയുന്നുള്ളെങ്കിലും ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. അതായത് ഐ പ്രോമിസ് ടു പേ ദി എമൗണ്ട്. അപ്പോൾ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയ പ്രോമിസറി നോട്ട് കൊടുത്താൽ എന്ന് ഹാജരാക്കിയോ ഓൺ ഡിമാൻഡ് ഐ ഷാൽ പേ എന്നാ പറയും. അപ്പൊ അങ്ങനെ ഒരാൾ ബിസിനസ്സുകാരന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അപ്പൊ പണത്തിന്റെ പകരമായി ചെയ്യാം. പക്ഷെ ഇവർ തമ്മിൽ ധാരണ കാണാം, ചിലപ്പം 60 ദിവസം കഴിഞ്ഞാൽ. ഞാനിപ്പോ പറഞ്ഞില്ല, സാറ് പറഞ്ഞൊരു തെറ്റ് പറഞ്ഞില്ലേ, നമ്മൾ കയ്യിൽ പൈസ ഇല്ലേ ചെക്ക് കൊടുക്കുന്ന അറിയില്ലേ. ചെക്കിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ താങ്കൾക്ക് ഒരു 10,000 രൂപ തരാനുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല, ഞാൻ തരേണ്ട ഡേറ്റ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക. 10 ദിവസം കഴിഞ്ഞ് നമ്മൾ കാണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എഴുതിയിട്ട് നമ്മൾ ചെക്ക് തരുന്നു. ഞാൻ എൻ്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയല്ലോ, എമൗണ്ട് അതിനകത്ത് കരുതിയാൽ അത് അങ്ങനെ ഞാൻ യൂസ് അതങ്ങനെ ഉദ്ദേശിക്കാം. അങ്ങനെയുണ്ട്. ഇനി അല്ലാതെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ പണമില്ല കയ്യിൽ ചെക്ക് കൊടുക്കുക, അതാണ് പലപ്പോഴും കേസുകളും കൂട്ടുകളൊക്കെ ആയിട്ട് കോടതിയിലേക്ക് എത്തുന്നത്. അതെ, പറഞ്ഞു. അപ്പം അതിനകത്ത് അത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. ഇപ്പം നമ്മുടെ പെട്ടെന്ന് കൊടുക്കാൻ പണമില്ല, 10 ദിവസമോ 20 ദിവസമോ 30 ദിവസമോ, സാധാരണ ഒരു കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ 90 ദിവസം വരെയൊക്കെ ഒരു പൊതുവെ ഒരു ജനറലി അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു 90 ദിവസം ഗ്യാപ്പ് ഇട്ട് 60 ദിവസം ഗ്യാപ്പ് ഇട്ടൊക്കെ നമുക്ക് ചെക്ക് പോസ്റ്റ് ഡേറ്റഡ് ആയിട്ട് കൊടുക്കും.
ആണ് പോസ്റ്റ് ഡേറ്റ് ചെക്ക് കൊടുക്കുന്നത്. ഇപ്പം ഇന്ന് കൊടുത്താൽ ഇന്നേക്ക് 6 മാസം 90 ദിവസം ശേഷമുള്ള ഡേറ്റ് കണ്ടെത്തി അന്നത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ട്രാൻസാക്ഷൻ നടക്കുക, പക്ഷെ പേയ്മെന്റ് 90 ദിവസം കഴിഞ്ഞേ ഉള്ളൂ, അല്ല 60 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അതാണ് ബിസിനസ്സിന്റെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെയാണ് ഈ ചെക്ക് ഉത്ഭവിച്ച് വരാൻ തന്നെ കാര്യം. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞത്, ബിസിനസ്സുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നതിന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയും. അതിനൊരു തേർഡ് പാർട്ടിയായിട്ട് ബാങ്ക് വരികയാണെങ്കിൽ അത് ആ ചെക്കായിട്ട് മാറും. അപ്പം ഈ ചെക്കിന്റെ ഏറ്റവും വലിയ ഗുണം എന്നാൽ അത് പണത്തിന് പകരം ഉപയോഗിക്കാന്നുള്ളതാണ്. കറൻസി നോട്ടിന് എന്ത് രൂപ വാല്യൂ ഉണ്ടോ, അല്ല ഇപ്പം 100 രൂപയുടെ ആയിക്കോട്ടെ, ആ 100 രൂപയുടെ കറൻസി നോട്ട് എന്ത് വാല്യൂ ഉണ്ടോ അതേ വാല്യൂ 100 രൂപയുടെ ചെക്കിന് ഉണ്ട് എന്നുള്ളതാണ് നിയമത്തിന്റെ പ്രിസംപ്ഷൻ. അപ്പൊ അത്രയും വൈഡ് സ്കോപ്പ് ഉള്ളതാണ് ചെക്ക്. പക്ഷേ ആ ചെക്കിലുള്ള ട്രാൻസാക്ഷൻ യഥാസമയം പണം ഇല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെക്ക് കള്ളച്ചെക്ക് കൊടുത്താൽ അത് കേസായിട്ട് മാറും. കാരണം മറ്റേയാൾ ഇത് പണത്തിന് തുല്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം അതാണ് ഈ ചെക്ക് കേസുകളുടെ ഒരു ഉത്ഭവത്തിന് കാരണം. പിന്നെ സുരേഷ് മുമ്പേ പറഞ്ഞ പോലെ ഈ ചെക്ക് കേസുകൾ പണ്ടൊക്കെ സിവിൽ കേസുകളായിരുന്നു, പിന്നെ ഇല്ലായിരുന്നു. പണ്ടും ചെക്കുമായിട്ട് ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. അത് 420 APC അനുസരിച്ച ചീറ്റിംഗ്, കബളിപ്പിക്കൽ. പക്ഷേ അതിനൊരു ചരിത്രമുണ്ട്. മനഃപൂർവ്വം ഗൂഢലക്ഷ്യങ്ങളോടെ ദുരുദ്ദേശത്തോടെ ചതിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടെ ചെയ്യുമ്പോൾ അത് ചീറ്റിംഗ് ആകുന്നു. അപ്പം അങ്ങനെയുള്ള ചീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് തെളിയിക്കൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അന്നേരമാണ് 1988 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് നിയമത്തിന്റെ ഒരു അമെൻമെന്റ്, ഭേദഗതി കൊണ്ടുവന്നിട്ട് സെക്ഷൻ 138 അങ്ങോട്ട് ചേർത്തു. അപ്പൊ ഇതിന്റെ ഗുണം എന്നാ വെച്ചാൽ, അതിന് മുമ്പ് 420 കൊടുത്തിരുന്ന കേസുകൾക്ക് ഇപ്പോഴും 420 ഉണ്ടെങ്കിൽ പോലും ഈ ചീറ്റിംഗ് എലമെന്റ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 420 മാറി ഇപ്പൊ BNS പുതിയ വകുപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അത് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഈ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിലെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ് സെക്ഷൻ 138 വന്നുള്ളതാണ്. ഈ 138 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചീറ്റിംഗ് എലമെന്റ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ അക്കൗണ്ടിൽ മതിയായ പണം ഇല്ലാതെ മനഃപൂർവ്വം കൊടുക്കുന്നതിന് ഒഫൻസ് അണ്ടർ 138 ആയിട്ട് വരും. അതിന് ദുരുദ്ദേശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ചെക്ക് പണത്തിന് തുല്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെയാണെങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ഇപ്പോഴും ചെക്ക് കേസിന് അഥവാ പണം എൻഗേജ് ചെയ്തില്ലെങ്കിൽ ഉടനെ നേരെ ജയിലിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പോഴും അത് വന്നെങ്കിൽ പോലും സുപ്രീം കോടതി ഉൾപ്പെടെ വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യം, ക്വാസി ക്രിമിനൽ സാമ്പത്തിക ഇടപാട് തന്നെ അതിനൊരു ക്രിമിനൽ കളർ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പം ഈ മെൻസ്രിയ അല്ലെങ്കിൽ കുറ്റം ചെയ്യാനുള്ള ദുരുദ്ദേശം തെളിയിക്കേണ്ട ആവശ്യം വരുന്നില്ല 138. ഈ രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ചെക്കോ അല്ലെങ്കിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റോ കൊടുത്തു കഴിഞ്ഞാൽ അത് മതിയായ പ്രതിഫലത്തിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ള നിയമപ്രകാരം പ്രിസ്യൂം ചെയ്തിരിക്കുന്ന കാര്യമാണ് സെക്ഷൻ 118 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. അപ്പം ഒരാളുടെ ചെക്ക് ഉണ്ടെങ്കിൽ ആ ചെക്ക് കൊടുത്തയാൾ മതിയായ പ്രതിഫലം പറ്റിയാണ് ഈ ചെക്ക്, കൺസിഡറേഷനാണ് ഈ ചെക്ക് കൊടുത്തിരിക്കുന്നത്, ഇറ്റ് ഈസ് പ്രിസ്യൂം. അപ്പോൾ ട്രാൻസാക്ഷൻ, ഒരു കൊമേഴ്സ്യലൈസേഷന് ഇച്ചിരി പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ചെക്ക് കൊണ്ട് പ്രയോജനപ്പെടുന്നു. പക്ഷേ ആൾക്കാർ പലപ്പോഴും ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അതൊരു കുറ്റകൃത്യത്തിലേക്ക് വരുന്നത്. ഇവിടെ സുരേഷ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇവരുടെ വസ്തുവകൾ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലരെങ്കിലും ഈ ചെക്ക് കൊടുത്തു, ചെക്ക് വാങ്ങിച്ചു, ബിസിനസ്സിൽ പരസ്പരം വിശ്വസിച്ചു, അങ്ങനെ ചെയ്തിട്ട് പണം എൻഗേജ് ചെയ്യാൻ ചെക്കിൽ പണമില്ല, കോടതി കേസ് കൊടുത്തു, 138 പ്രകാരം ക്രിമിനൽ കുറ്റത്തിന് കേസ് കൊടുത്തു, പ്രതിയെ ശിക്ഷിച്ചു എന്ന് തന്നെ വിചാരിക്കുക, അദ്ദേഹത്തെ ജയിലിലേക്ക് വിടുന്നതേ ഉള്ളൂ. ഈ പണം നഷ്ടപ്പെട്ട അയാൾക്ക് പണം കിട്ടുന്നില്ല. അതൊരു വലിയ ഡ്രോബാക്കാണ്. പക്ഷെ അവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിയമത്തിലുണ്ടെന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു 138 കേസ് കൊടുത്താൽ പോലും അതിൽ മതിയായ നഷ്ടപരിഹാരം വാദിക്ക് ഉത്തരവിടാൻ ക്രിമിനൽ കോടതിക്ക് അധികാരം ഉണ്ട്. അത് പുതിയ BNSS അനുസരിച്ചുകൊണ്ട്, പഴയ CRPC അനുസരിച്ചുകൊണ്ട്. അപ്പം നഷ്ടപരിഹാരം, കുറ്റം ചെയ്ത പ്രതിയെ ജയിലിൽ വിടുന്നത് മാത്രമല്ല, അയാളെ ശിക്ഷിക്കുന്നത് മാത്രമല്ല, മതിയായ നഷ്ടപരിഹാരം വാദിക്ക് കൊടുക്കാൻ നിയമത്തിൽ വകുപ്പുണ്ട്. ഇനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിൻ്റെ പുതിയ ഭേദഗതികൾ വന്നതിന് അനുസരിച്ച് ഈ ചെക്ക് കേസ് കൊടുത്ത് വിധി വരാൻ ചിലപ്പോൾ സമയമെടുക്കും.
അതിൻ്റെ ക്രിമിനൽ കേസുകൾ ട്രയലിൽ വിചാരണ നീണ്ടുപോകാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇൻ്ററീം കോമ്പൻസേഷനായിട്ട് 20% ചെക്ക് തുകയുടെ 20% വരെ ഇൻ്ററീം കോമ്പൻസേഷൻ ഉത്തരവാനുള്ള അധികാരവും ക്രിമിനൽ കോടതികൾക്കുണ്ട്. ഇത് കൂടാതെ ഇനി അപ്പീൽ കൊടുക്കുക എന്ന് വിചാരിക്കുക, അപ്പീലിലും ഒരു എമൗണ്ട് കോമ്പൻസേഷനായിട്ട് ഒരു സെർട്ടൻ പെർസെൻറ്റേജ് കൊടുക്കാൻ ഉത്തരവിടാനായിട്ട് അപ്പീൽ കോടതിക്ക് അധികാരമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രതിയെ ശിക്ഷിച്ചു, പ്രതിക്ക് അപ്പീൽ കൊടുക്കാമല്ലോ. അപ്പൊ ശിക്ഷിച്ചു, വാദിക്ക് അനുകൂലമായി വിധി കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ല, പ്രതി അപ്പീൽ കൊടുക്കും. അപ്പൊ അങ്ങനെ അപ്പീൽ കോടതി ശിക്ഷ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു മതിയായ ഒരു സർട്ടൻ 10% കൂടെ വേണമെങ്കിൽ കൊടുക്കാനായിട്ട് കോടതിക്ക് അധികാരമുണ്ട്. അത് നോർമൽ റൂളാണ്. അഥവാ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ പ്രത്യേകമായ കാരണങ്ങൾ പ്രതി ബോധിപ്പിക്കേണ്ടതായിട്ട്. എന്റെ സൈൻ അല്ല, അല്ലെ എന്റെ ചെക്ക് നഷ്ടപ്പെട്ടതാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അതല്ല, അത് കേസിന്റെ മെറിറ്റുള്ള കാര്യം. ഈ ഇന്ററീം കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാനുള്ള പോയിന്റ് അവർ. മറ്റത് ചെക്ക് എന്തൊക്കെയാ സാധാരണ പറയാവുന്ന ഒരു കാര്യം, എനിക്ക് മതിയായ സാമ്പത്തിക ശേഷി ഇല്ല. അപ്പൊ അടുത്തിടെ കഴിഞ്ഞ വർഷം ഞാനൊരു കേസ് തൃശ്ശൂർ കോടതിക്ക് അപ്പീൽ കൊടുത്ത, കീഴ്ക്കോടതി ശിക്ഷിച്ചു ചെക്ക് കേസിൽ, അപ്പീൽ കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഈ നഷ്ടപരിഹാരം ഇന്ററീം കോമ്പൻസേഷൻ കോടതി ഉത്തരവിടാൻ സാധ്യതയുണ്ട്, എനിക്കറിയാം, പ്രതിക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാൻ പണമില്ല. അപ്പം ഞാൻ ആ അപ്പീലിൽ കൊടുത്ത സമയത്ത് സെൻറ്റൻസ് സസ്പെൻഷനുള്ള അപേക്ഷയോട് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. ഇദ്ദേഹം പേഷ്യൻ്റാണ്, ചികിത്സയിൽ കഴിഞ്ഞ് വരുന്ന വ്യക്തിയാണ്. അപ്പം ചികിത്സയിൽ കഴിഞ്ഞ് രോഗങ്ങളൊക്കെ എന്ത് രോഗമാണെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന വ്യക്തിയായതുകൊണ്ട്, ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സയിൽ കഴിയുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ സാമ്പത്തിക നിവൃത്തി ഇല്ല. അത് ആ വാദം കോടതി അംഗീകരിക്കുകയും ഇന്ററീം കോമ്പൻസേഷൻ ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ രേഖകളൊക്കെ ഹാജരാക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് ഞാൻ അപേക്ഷ മാത്രമേ വെച്ചുള്ളൂ. കോടതി പറഞ്ഞ ഹാജരാക്കേണ്ടി വരും. അത് ജെനുവിൻ ആയിരുന്നു. കേരള യഥാർത്ഥത്തിൽ ഡയാലിസിസ് സെന്റർ ചെയ്യുന്നൊരു പേഷ്യന്റ് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ അപൂർവമായ സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ കേസ് നടക്കുമ്പോൾ തന്നെ ഇന്ററീം കോമ്പൻസേഷന് കോടതി ഉത്തരവിടാം. അടുത്തിടെ ഞാൻ എറണാകുളത്ത് ഒരു കേസ് നടത്തി. എക്കണോമിക് ഒഫൻസ് കോടതി എറണാകുളത്ത് കോടതിയുണ്ട്, ACJ എക്കണോമിക് ഒഫൻസ്. അപ്പം അവിടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നൊരു കോടതിയാണ്. അപ്പം ആ കോടതിയിൽ ഇതുപോലെ ഒരു ചെക്ക് ചെയ്ത് അവിടെ ഞാൻ വാദിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഒരു വലിയ തുക കബളിപ്പിച്ച് പണം വാങ്ങിച്ചിട്ട് കൊടുത്തില്ല എന്നുള്ള 138 ഒഫൻസ് കേസാണ്. അപ്പം അവിടെ ഇതുപോലെ ഞാൻ വാദിക്ക് ഇന്ററീം കോമ്പൻസേഷൻ അപേക്ഷ കൊടുത്തു. അപ്പോൾ 20% വരെ തരാമെങ്കിൽ കോടതി ആ കേസിൽ 10% ഇന്ററീം കോമ്പൻസേഷൻ ആ കേസ് ഞാൻ നടത്തിയ കേസിൽ ഉത്തരവായി. അങ്ങനെ ചില കാര്യങ്ങൾ നിയമത്തിലുണ്ട്. ഒന്നാമത്തെ അത് കോടതി കെട്ടിവെക്കണം അല്ലേ? കോടതിക്ക് ഉത്തരവിടാം, അല്ലാതെ അത് 2 ഓപ്ഷനാണ്. ആ തുക എന്താ ചെയ്യാ? വാദിക്ക് കൊടുക്കും. ആ സമയത്ത് കൊടുക്കുക, വിധി വീണ്ടും അല്ലല്ല, ഇന്ററീം കോമ്പൻസേഷൻ അല്ല, വിധി കഴിഞ്ഞ് കൊടുക്കാണ്ട് പിന്നെ അത് കൊടുക്കും. പക്ഷെ അവിടെ പ്രതിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പ്രതിക്ക് കോടതി കെട്ടിവെക്കാം, ഇല്ലെങ്കിൽ വാദിക്ക് കൊടുക്കാം, എന്നിട്ട് രസീത് വാങ്ങിക്കാം. ഈ 2 ഓപ്ഷൻ ഉണ്ട്. ഇനി അഥവാ പ്രതി കെട്ടിവെച്ചില്ലെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ടുള്ള ഓർഡർ കോടതിക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രതിയുടെ പേരിൽ വസ്തുവകളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക, ഹൗ ടു ഗെറ്റ് ഇറ്റ് എക്സിക്യൂട്ടഡ്, അതൊരു വലിയ ഒരു ഡൈലമയാണ്. അപ്പം അതുകൊണ്ട് ബഹുമാന്യരായ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങൾ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ, പ്രത്യേകിച്ചും ചെക്കുകൾ വലിയ തുകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ, പ്രതിക്കെതിരെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് വാങ്ങിക്കേണ്ട ആവശ്യം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ പ്രതിക്ക് സ്വത്ത് വിവരങ്ങളുണ്ടോ, മതിയായ അസറ്റുള്ള ആളാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ചുമതലയാണ്? ഈ പണം കൊടുക്കുന്ന ആളുടെയോ? ലോ വിൽ പ്രൊട്ടക്ട് ഓൺലി ദോസ് പേഴ്സൺസ് ഹു ആർ വിജിലന്റ് ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്. എൻ്റെ അവകാശങ്ങളെപ്പറ്റി എനിക്ക് ബോധ്യമുണ്ടായിരിക്കുകയും അവ സംരക്ഷിക്കാൻ ഞാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ നിയമം പോലും എന്നെ സഹായിക്കുന്നുള്ളൂ. അപ്പം പണം കടം കൊടുക്കുമ്പോൾ മറ്റേയാൾക്ക് ഒരു ചീറ്റിംഗ് എലമെന്റ് ഉണ്ടോ, അദ്ദേഹത്തിന് മതിയായ പ്രോപ്പർട്ടി ഉള്ള ആളാണോ, അതിൻ്റെ വസ്തുവിവരങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് യു ക്യാൻ അറ്റാച്ച് ദറ്റ് പ്രോപ്പർട്ടി. ഇവിടെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചെക്ക് കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ടി മജിസ്ട്രേറ്റ് കൂടെ കൊടുക്കുന്ന കേസ് മാത്രമേ നമ്മൾ ചെക്ക് കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. അതേ ചെക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സിവിൽ കോടതിയിൽ റിക്കവറി ഓഫ് മണിക്ക് കേസ് കൊടുക്കാം. അതിനുശേഷം അല്ല, സൈമിൾട്ടേനിയസ് ആയിട്ടും കൊടുക്കാം. ഇത് ഓപ്ഷനാണ്. 138 കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. അത് കൊടുക്കാം. ഇനി സിവിൽ കേസ് കൊടുക്കാം. 2 കൊടുക്കാം. പ്രതിയെ ഒരേ സമയം അങ്ങനെ എത്ര കേസാണ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 കോടതി 2 കേസായിട്ട് നടക്കും. 2 കേസായിട്ട് നടക്കും.
ഒന്ന് പ്രതിയെ ശിക്ഷിക്കുന്നതിനും മറ്റത് പണം റിക്കവർ ചെയ്യുന്നതിനും അതിനകത്ത് തെറ്റില്ല. പിന്നെ ഏതെങ്കിലും ഒരു കേസിൽ കുറച്ച് പണം കൊടുത്താൽ മറ്റതിൽ അത് സെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കുന്നു മാത്രം. കൊടുത്ത എമൗണ്ട് കുറയ്ക്കണമല്ലോ, അത്രേ ഉള്ളൂ. അപ്പം അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അപ്പം മജിസ്ട്രേറ്റ് കോടതിയിൽ 138 പ്രകാരം ക്രിമിനൽ കേസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതേതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തിട്ട് ചെക്ക് പ്രകാരം നിങ്ങൾക്ക് സിവിൽ കോടതിയിൽ പണം തിരികെ കിട്ടാൻ വേണ്ടി സിവിൽ കേസ് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ആ കേസുകളിൽ, സിവിൽ കോടതിയിലുള്ള കേസുകളിൽ പ്രതിയുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. പണ്ടൊരിക്കൽ ഞാനൊരു ഇതുപോലെ ഒരു ചെക്ക് കേസിൽ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ അവിടെ മജിസ്ട്രേറ്റ് കോടതി നടത്തിയൊരു ഒബ്സർവേഷനുണ്ട്. നിങ്ങൾ ക്രിമിനൽ കേസ് കൊടുക്കാതിരിക്കും നിങ്ങളുടെ ഓപ്ഷൻ, പക്ഷേ നിങ്ങൾ സിവിൽ കേസ് കൂടെ കൊടുക്കണം. സിവിൽ കേസ് ഇവിടുത്തെ 2 ഗുണങ്ങളാണ് മജിസ്ട്രേറ്റ് അത് കോടതി പറഞ്ഞാൽ എപ്പോഴും ഓർക്കുക. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഒന്ന്, നിങ്ങൾക്ക് പ്രതിയുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തെടുക്കാം. പ്രതി പണം അടച്ചില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി കോടതി മുഖാന്തരം ലേലത്തിൽ വിറ്റ് നിങ്ങൾക്ക് ആ പണം ഈടാക്കിയെടുക്കാം. 2, ക്രിമിനൽ കേസ് ഒരു വലിയ ഒരു ദോഷമെന്ന് പറയുന്നില്ല, അതിന് നടപടിക്രമം അങ്ങനെയാണ്. പ്രതി അബ്സ്കോണ്ട് ചെയ്ത് വിചാരിക്കുക, പ്രതി മുങ്ങി, ആ പ്രതിയെ പിടിച്ചുകൊണ്ട് വരുന്ന വരെ കോടതി ഒരു നടപടി നടക്കത്തില്ല. അങ്ങനൊരു കാര്യമുണ്ട്. അതാണ് ക്രിമിനൽ നടപടി നിയമപ്രകാരം. അവൻ പ്രതി അബ്സ്കോണ്ടിങ് ആണ്, അല്ല അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നില്ല, സമൻസ് പ്രകാരം ഹാജരാക്കുന്നില്ല, വാറണ്ടായിട്ട് ഇദ്ദേഹത്തെ കോടതിയിൽ എത്തിക്കുന്നില്ല എങ്കിൽ പ്രതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ കേസ് മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ നിങ്ങൾ സിവിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ പ്രതി വന്നില്ലെങ്കിലും സമൻസ് കൈപ്പറ്റിയില്ലെങ്കിലും പ്രതിയെ മുങ്ങുകയോ അദ്ദേഹത്തിന്റെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ എക്സ്പാർട്ടി, എവിടെയാണ് പോയിന്റ്, എക്സ്പാർട്ടി ആയിട്ട് പ്രതിയെ ഡിക്ലെയർ ചെയ്ത് കേസ് പ്രൊസീഡ് ചെയ്ത് വിധി പ്രസ്താവിക്കുന്നതിന് സിവിൽ കോടതിക്ക് അധികാരമുണ്ട്. ഇതാണ് സിവിൽ കോടതിയും ക്രിമിനൽ കോടതിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതുകൊണ്ട് പണം കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി ഉള്ളയാളാന്ന് ഉറപ്പ് വരുത്തുക, സിവിൽ കേസ് കൊടുക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പൊതുജനങ്ങളോട് പൊതുവെ പറയാനുള്ളത്, പലരും ഈ ചതിക്കുഴികളിൽ വീഴാറ്. വലിയൊരു തുക അങ്ങോട്ട് പലിശ ഓഫർ ചെയ്യും, അല്ലെങ്കിൽ ലാഭവിഹിതം ഓഫർ ചെയ്യും. ഈ മലയാളിയെ പറ്റിക്കാൻ വളരെ എളുപ്പമാകുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആട് മാഞ്ചിയം മുതൽ ഒട്ടനവധി കേസുകളിൽ ആൾക്കാർ ഈസി ആയിട്ട് പറ്റിക്കാമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം ഇതുപോലെ വലിയ ഓഫർ വരുമ്പോഴത്തേക്ക് നേരെ ഓടിപ്പോയിട്ട് അതിൽ വീഴുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. അതും വിദ്യാഭ്യാസവും ഉള്ളവർ, നല്ല ഉയർന്ന നിലവാരമുള്ളവരൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നത്, ഈ അമിത ലാഭം ഓഫർ ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ അവിടെ ഒരു ചതിക്കുള്ള സാധ്യത. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ അത് പൊതുമേഖലാ ബാങ്കുകളിൽ നിക്ഷേപിക്കാം. ഇനി അല്പം കൂടെ റിസ്ക് എടുക്കാൻ സാധ്യതയുള്ളവർ മാർക്കറ്റൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. പോട്ടെ, അവിടം വരെയൊക്കെ മ്യൂച്വൽ ഫണ്ട് വരെ വരുന്ന ഒരു പക്ഷേ എൻ്റെതാ റിസ്ക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്, റിസ്ക് ഉണ്ട് എന്നാലും ഓക്കെ എന്ന് പറയാം. കാരണം അതൊരു ബിസിനസ്സാണ്. ഈ റിസ്ക് ബെയറിംഗ് തിയറി എന്നൊരു എക്കണോമിക്സ് ഒരു കൺസെപ്റ്റ്. റിസ്ക് എടുക്കുന്നതിനാണ് ലാഭം ഉണ്ടാകുന്നത്. നമ്മൾ ലാഭം എന്ന് പറഞ്ഞാൽ ലാഭം ആർക്കാന്നറിയാം, ഹൂ ടേക്സ് റിസ്ക്. ആ റിസ്ക് ബെയറിംഗ് തീരുന്നത്. അപ്പം കുറച്ച് റിസ്ക് ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷേ നമ്മളൊന്ന് റീസണബിൾ ആയിട്ടൊന്ന് നോക്കിയിട്ട് ഇത് കറക്റ്റാണോ, നല്ല കമ്പനിയാണോ, അവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. അല്ലെങ്കിൽ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഇത് റിസർവ് ബാങ്ക് അംഗീകരിച്ച ബാങ്കാണോ, നിയമപ്രകാരമുള്ള പലിശയാണോ കൊടുക്കുന്നത്, ആ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ, ഇതൊക്കെ നമുക്ക് നോക്കുന്നത് തെറ്റില്ല. അവിടം വരെ ഓക്കെ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ സാധാരണ പൊതുജനങ്ങൾ പലരും ചെയ്യുന്നത്, ആരെങ്കിലും വന്നേച്ച് ഞാൻ പൈസ തരാം, ഒരു കാര്യം ചെയ്യും, മാസം 10% തന്നേക്കാം, അല്ല ഒരു വർഷം 30% തരാം. ഉടനെ അതിലങ്ങ് വീണിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്നറിയോ, ഈ തട്ടിപ്പുകാർ പലരും, എല്ലാവരെയും പറ്റി ഞാൻ പറഞ്ഞാൽ ഓരോ കേസും അതിൻ്റെതായ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇവരാദ്യത്തെ വന്നിട്ട് ഇടപാട് നല്ലപോലെ കൃത്യമാണ്. ഇപ്പൊ ഒരു മാസം കൊണ്ട് അയാളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്, അവിടെയാണ് എൻ്റെ ടെക്നിക്ക്. ടാക്ലിംഗ് ആണ്. ഒറ്റ മാസം കൊണ്ട് 10%, 5% കൊടുക്കുമ്പോഴത്തേക്ക് കിട്ടിയല്ലോ. അപ്പം കൊടുത്ത ഇയാൾ തന്നെ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. വേറൊരു തട്ടിപ്പ് ഞാൻ കണ്ടിട്ടുള്ളത്, ഈ 1-2 പൈസ ആദ്യം പൈസ കിട്ടിയ ആളാണ്, അവരോട് നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ പറയുന്നത് കമ്മീഷൻ തരാം. എന്നിട്ട് ഇയാൾ മറ്റുള്ളവരെ നമുക്ക് ക്യാൻവാസ് ചെയ്യുന്ന ഒരു സാഹചര്യവും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അവസാനം എന്ന് വേണ്ടി ഈ തട്ടിപ്പ് കമ്പനി പണമായിട്ട് മുങ്ങും, ഈ ക്യാൻവാസ് ചെയ്യാൻ പോയ ആളുടെ കൂട്ടുപ്രതിയാകുന്ന സാഹചര്യം. അങ്ങനെ തട്ടിപ്പ് കേസിൽ നിരപരാധികളും പ്രതിയായ സംഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ശരിയായ ട്രാൻസാക്ഷനാണ്. പ്രതിക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത്
നിങ്ങൾക്കെതിരെ പ്രതിക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കും, പണം റിക്കവർ ചെയ്യാൻ സാധിക്കും, പലിശയും ചെയ്യാൻ സാധിക്കും. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു വലിയ ഗുണം, സാധാരണ പലിശ 6% റിസർവ് ബാങ്ക് ഗൈഡ് ലൈൻ പ്രകാരമുള്ളതാണെങ്കിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിന് 18% വരെ പലിശ കൊടുക്കാൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരം വകുപ്പുണ്ട്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ട്രാൻസാക്ഷൻ ജെന്യുവൻ ആണെന്ന് ഉറപ്പ് വരുന്നത്. ഈ ഒരു കാര്യം കൂടെ, കേസ് വിധിയാകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കേസ് സിവിൽ കോടതി കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രതിയുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. അതിനാണ് അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കേസ് കൊടുക്കുമ്പം തന്നെ പ്രതി തനിക്കെതിരായി വരാവുന്ന വിധി ഒഴിവാക്കുന്നതിന് വേണ്ടി തൻ്റെ വസ്തുക്കൾ അന്യാധീനപ്പെടുത്തുകയോ വിറ്റുകളയോ അന്യ കൈവശം കൊടുക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ യു വിൽ ഗെറ്റ് അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ അറ്റാച്ച്മെന്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ അറ്റാച്ച്മെന്റ് സബ് രജിസ്ട്രാർ ഓഫീസിലും കൺസേൺഡ് വില്ലേജ് ഓഫീസിലും കോടതി മുഖാന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ മുകളിൽ പിന്നെ ഒന്നും നടക്കില്ല. ഈ പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കില്ല. ഇതൊരു ചാർജായിട്ട് അവിടെ കോർട്ട് സാധാരണ ആധാരത്തിലൊക്കെ വായിക്കും പലപ്പോഴും കണ്ടുണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിക്ഷിപ്ത വനഭൂമിയിലോ പട്ടികവർഗ ഭൂമിയിലോ കോർട്ട് ജപ്തി മുതലായ ചാർജുകളോ ഇല്ലാത്തതാകുമ്പോൾ അപ്പോൾ കോടതി മുഖാന്തരം ഒരു പ്രോപ്പർട്ടി ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചാർജാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് വിധി കിട്ടുന്നോ അന്നത് അത് റിക്കവർ ചെയ്യാൻ സാധിക്കും, പലിശ ഉൾപ്പെടെ ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് കോടതി മുഖാന്തരം അറ്റാച്ച് ചെയ്തിടാനുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അവിടെ കോടതി നോക്കും ട്രാൻസാക്ഷൻ ശരിയാണോ എന്നുള്ള കാര്യം. ചില കേസുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഒരാൾക്ക് പണം കൊടുക്കും, ഈ പണം കൊടുക്കുന്നവർ മാത്രം എല്ലാവരും മാന്യന്മാരാണ്ട, ഈ പ്രതികളും ചിലപ്പോഴും തട്ടിക്കപ്പെടാറുണ്ട്. ഇപ്പൊ 100 രൂപ കൊടുത്തിട്ട് 1000 രൂപ എഴുതുകയാണെങ്കിലും അത് എമൗണ്ട് എഴുതാതെ ചെക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അവിടെയാണ് ഒരു അടുത്ത പ്രശ്നം. ഒരിക്കലും പാടില്ലാത്തതാണ് അത് വാങ്ങിക്കുന്നത് കുറ്റമല്ലോ അല്ലേ? എഴുതാതെ ചെക്ക് വാങ്ങിച്ചു വെക്കാൻ പാടില്ല. ഇത് നിയമത്തിന്റെ ചില പഴുതുകൾ അവിടെയാണ്. ഇപ്പോൾ ഒരു ചെക്കിനകത്ത് കൈയക്ഷരം വേറൊരാളുടെയാണ്, ഒപ്പ് ചെക്കിന്റെ ഹോൾഡറുടെയാണ്. അതിനകത്ത് നിയമം വലിയ തെറ്റൊന്നുമില്ല, അൺലെസ് ഇറ്റ് ഈസ് ചാലഞ്ച്. അപ്പം ഇപ്പം അപ്പോൾ കുഴപ്പം എന്താണെന്നറിയോ, ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് മേടിക്കുക, പിന്നീട് ഫില്ലപ്പ് ചെയ്യുന്നതാണെങ്കിലും എന്നിട്ട് ആദ്യമേ ഫില്ലപ്പ് ചെയ്തതാണെന്ന് വരുത്തി തീർത്താൽ അത് ഞാൻ എഴുതിയല്ല എന്ന് പറഞ്ഞിട്ട് തെളിയിക്കാൻ പറ്റത്തില്ല നമുക്ക്. ഞാൻ എഴുതിയാണെന്ന് നിർബന്ധമില്ലെന്ന്. ഈ എഴുതുന്ന ആള് തന്നെ ചെക്ക് ഒപ്പിടുന്ന ആൾ തന്നെ ചെക്ക് എഴുതുന്ന നിയമത്തിൽ പോയാൽ വകുപ്പുള്ളൂ ഇല്ലല്ലേ? ഞാൻ പോലും എൻ്റെ സ്റ്റാഫിനെ കൊണ്ട് ചെക്ക് എഴുതിക്കാറുണ്ട്. ഞാൻ ഒപ്പ് മാത്രമേ ഇടാറുള്ളൂ. എനിക്ക് തിരക്കുള്ളതുകൊണ്ട് ചെക്ക് എഴുതാൻ പറയും, അവരെഴുതും, ഞാനത് വായിച്ച് നോക്കിയിട്ട് ഞാൻ എൻ്റെ തിരക്കുണ്ടാകും. അപ്പൊ അങ്ങനെ ഇതിനകത്ത് വലിയ കമ്പനിയുടെ മുതലാളിമാരൊക്കെ എല്ലാം ചെക്കിരുന്ന് എഴുതുകയാണ്, അവിടെ സ്റ്റാഫാരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അവരൊപ്പിടുന്ന മൊത്തം. അതിനകത്ത് നിയമമായി തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ എഴുതിയ വേറൊരാൾ എഴുതിയെന്നുള്ളതല്ല, ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിടുന്നുള്ളതാണ് പോയിന്റ്. മനസ്സിലായോ? നമ്മൾ ചെയ്യരുത്. വേറൊരാൾ എഴുതി ആയിക്കോട്ടെ, അത് വിഷയമില്ല. ആരെഴുതിയാലും അതിൽ എമൗണ്ട് എഴുതിയിട്ടുണ്ടോ, തീയതി എഴുതിയിട്ടുണ്ടോ, ഇതെല്ലാം നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഒപ്പിടുക. അതല്ല ഇതിനകത്ത്. ഇനി ഒരു കാര്യം കൊണ്ട് പൊതുജനങ്ങൾ എത്ര പേർക്ക് അറിയാവുന്ന വേറെ സംശയം ചെയ്യട്ടെ. ഈ സൈൻ ചെയ്ത് നമ്മൾ ചെക്ക് കൊടുക്കുന്നു, ബ്ലാങ്ക് ചെക്ക്, ഒരാൾ കുറേ നാളുകൾക്ക് ശേഷം അതിനകത്ത് എമൗണ്ട് എഴുതുന്നു. അത് നമ്മൾ പറയുന്നു അത് ഞാൻ എഴുതിയ എമൗണ്ട് അല്ല, അത് വേറെ എൻ്റെ ഇത് ബ്ലാങ്ക് ചെക്ക് വാങ്ങിച്ചതാണ്, കോടതി കേസ് കൊടുക്കുക. അദ്ദേഹമാണ് അതിനകത്ത് എമൗണ്ട് എഴുതി ചേർത്തത്, ഞാൻ സൈൻ ചെയ്ത് ഇന്ന ഡേറ്റിലാണ്, ഇന്ന വർഷത്തിൽ നിന്ന് ഇത് സൈൻ ചെയ്തിരിക്കുന്നത്, ഈ എമൗണ്ട് എഴുതിയിരിക്കുന്നത് ഇന്ന വർഷത്തിലാണ്, നമുക്ക് ഫോറൻസിക് മറ്റേത് കൊണ്ട് തെളിയിക്കാൻ പറ്റത്തില്ലേ? ചെയ്യാം. പക്ഷെ അവിടെ കോടതിയുടെ ഒരു വിവേചന അധികാരമുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ പ്രത്യേക സാഹചര്യത്തിലാണ് ചെയ്തതെന്ന് കോടതിയെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കോടതിയാണ് തീരുമാനിക്കുന്നത് ഈ തർക്കം അംഗീകരിക്കണോ വേണ്ടയോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ റിസ്ക് എടുക്കുന്നതിന് പകരം നിങ്ങൾ യഥാർത്ഥത്തിൽ തുക എഴുതി കൊടുത്താൽ മതി. അല്ല, ഇപ്പൊ സാധാരണ ഈ ചില സ്ഥാപനങ്ങളൊക്കെ അഡ്വാൻസ് ആയിട്ട് ചെക്ക് വാങ്ങിച്ചു നോക്കും, ബ്ലാങ്ക് ചെക്ക് സൈൻ ചെയ്തിട്ടുണ്ടാവും, സൈൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർ ഇതിനകത്ത് എമൗണ്ട് എഴുതിയിട്ടാവും. എമൗണ്ട് എഴുതുന്നത് ഒരു വർഷം 2 വർഷം കഴിഞ്ഞ് ഇവരുടെ പ്രോബ്ലംസ് വരുമ്പോഴാണല്ലോ. അപ്പോൾ അവരുടെ ഈ മഷി തന്നെ 2 വർഷത്തിന്റെ ഡിഫറൻസ് ഉണ്ടാവും, സൈൻ ചെയ്തതും ഈ എമൗണ്ട് എഴുതിയതും. അത് നമുക്ക് കോടതി പ്രൂവ് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കുന്നത്. അല്ല, പ്രൂവ് ചെയ്യാം, പക്ഷെ അത് അങ്ങനെ കൊടുക്കരുതെന്നാണ് എൻ്റെ വിദഗ്ധ നിയമം. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഏത് സ്ഥാപനമായാലും ബാങ്കാണെങ്കിലും ആരാണ് നിങ്ങൾ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യരുത്. എന്നോടൊരു ക്യാൻസൽഡ് ഒരു ഇടപാടിന് ക്യാൻസൽഡ് ചെക്ക് കൊടുക്കാവുന്നു. ഈ ക്യാൻസൽഡ് ചെക്ക് സംവിധാനമാണ്. അതായത് നമ്മൾ ചെക്ക് എഴുതി ഒപ്പിട്ട് ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ
അതൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനായിട്ട് ബാങ്കിന് കൊടുക്കാൻ സാധിക്കും. ആ ആ ആ ആ ഈ ചെക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത തുക എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് ഇന്നയാൾക്ക് കൊടുക്കാവുന്നതായി ക്യാൻസൽ ചെയ്ത് കൊടുക്കുന്ന ഉദ്ദേശം. ക്യാൻസൽ ഞാൻ ഒരുപാടൊന്നുമില്ല, ഒരു ചെക്ക് കൊടുത്തിട്ട് ഒരു പെർമനന്റ് ഇടപാടുണ്ടാകാൻ വേണ്ടി കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിനകത്ത് റിസ്ക് ഉണ്ട്. കാരണം ഞാൻ അങ്ങനെ ക്യാൻസൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വേറൊരാൾ സ്ഥിരം പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുക, പിന്നെ നിർത്താൻ ഞാൻ കൊടുത്തില്ലെന്ന് പറയാൻ പറ്റും. അങ്ങനെ വാങ്ങിക്കാനേ ആ ചെക്ക് കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ അതിനകത്ത് വലിയൊരു എമൗണ്ട് എഴുതിയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അല്ലല്ല, അതെന്നാണ് ക്യാൻസൽ ചെക്ക് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത തുക എല്ലാ മാസം നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ എന്തെങ്കിലും അടയ്ക്കുന്നു വിചാരിക്കും. അപ്പം അതിന് ഭാഗമായിട്ട് ഇങ്ങനെ ക്യാൻസൽ ചെക്ക് പകരം പ്രതിമാസം ഇത്ര രൂപ വെച്ച് മറ്റേ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ നമുക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അങ്ങനെ ഓട്ടോ കട്ടായിട്ട് പോകുന്നു. അപ്പം അങ്ങനെ അതുപോലെ ഞാൻ പറഞ്ഞ വേണ്ടാന്ന് പറഞ്ഞു. എമൗണ്ട് എത്ര, ഞാൻ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലൂടെ നോക്കിയിട്ട് ഞാൻ ഒറ്റ ചെക്കായിട്ട് ക്യാൻസൽ ചെക്ക് പോലും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ കൊടുക്കുന്ന നിലവിൽ തെറ്റൊന്നുമില്ല. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കോടതിയിൽ അല്ല ബാങ്കിന് അത് ക്യാൻസൽ ചെയ്യാനും കോടതി ബാങ്കിനെ സമീപിക്കാനുള്ളതേ ഉള്ളൂ. അപ്പം അവിടെ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. പോട്ടെ, അതുവരെ നിയമപരമായി ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ വെറും ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്താൽ മറ്റേയാൾക്ക് ഒരു അധികാരം കിട്ടുകയാണ്, അതിൽ എന്തു തുക കൊണ്ട് എഴുതാൻ. അപ്പം അങ്ങനെയുള്ള ചെക്കുകൾ ദുരുപയോഗം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒത്തിരി കേസുകൾ വരാറുണ്ട്. അത് തന്നെ അടുത്ത വിഷയം എന്താണെന്നറിയോ, ഈ ചെക്കിൽ തീയതി വെച്ചില്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ 1, 2, 3, 4, 5 വർഷം കഴിഞ്ഞ് വേണമെങ്കിലും ആ ചെക്ക് പ്രസന്റ് ചെയ്യാം. ഈ റിസർവ് ബാങ്കിന്റെ ഗൈഡ് ലൈൻസ്, ഇപ്പോഴത്തെ നിലവിലുള്ള ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു ചെക്കിന്റെ കാലാവധി 3 മാസം. നേരത്തെ അത് 6 മാസമായിരുന്നു. പക്ഷെ ഈ 3 മാസമോ 6 മാസമോ കണക്ക് കൂട്ടുന്നത് എപ്പോഴാണ്? ആ ചെക്കിൽ എഴുതിയിരിക്കുന്ന തീയതി മൂലം. ഞാൻ ഇന്ന് ഒരു ചെക്ക് ബ്ലാങ്ക് ചെക്കായിട്ട് തീയതി എഴുതാൻ സുരേഷൻ തന്നാൽ നിങ്ങൾ ഒരു 3 വർഷം കഴിഞ്ഞ് ഈ ചെക്കിൽ തീയതി വെച്ചാൽ അന്ന് മുതൽ വീണ്ടും 3 മാസം കിട്ടും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും പൊതുജനങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ അവബോധം കാര്യമായിട്ടുണ്ടോ എന്നുള്ളത് കാര്യം പരിശോധിക്കേണ്ടത്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്കും എപ്പിസോഡിലുള്ളതിൻ്റെ പ്രയോജനം. അപ്പോൾ ഒരു ചെക്ക് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ഇനി ഒരു അഡ്വൈസൂടെ ഞാൻ പറയട്ടെ, ഈ ചെക്ക് തന്നെ 2 ടൈപ്പ്. ഒന്ന് ബയറർ ചെക്കും, 2 ക്രോസ് ചെക്കും. ഇത് 2 നിയമപരമാണ്. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ബയറർ ചെക്ക് കൊടുക്കരുത്. അഥവാ കൊടുക്കുകയാണെങ്കിൽ ചെറിയ തുകയ്ക്കാണെങ്കിൽ നിയമപരമായി തെറ്റൊന്നുമില്ല. ചെറിയ തുകയ്ക്കൊക്കെ ആണെങ്കിൽ ബയറർ ചെക്ക് കൊടുത്താലും അത്ര റിസ്ക് ഉള്ളെന്ന് പറയാം. പക്ഷെ വലിയ തുകകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ചെക്ക് എന്ന് പറയുന്നത് ക്രോസ് ചെക്കാണ്. ക്രോസ് ചെക്കാണ്, അക്കൗണ്ട് വഴി മാത്രമേ മാറുള്ളൂ. അപ്പൊ എങ്ങനെയാ ക്രോസ് ചെക്ക് എന്ന് പറഞ്ഞു? എങ്ങനെ ക്രോസ് ചെക്ക് കൊടുക്കാം? ക്രോസ് ചെയ്ത് നമ്മൾ 2 അങ്ങനെ സാറിന് 2 വര വരച്ച് അതിനകത്ത് AC എഴുതും. കറക്റ്റ്. അപ്പോൾ അവരുടെ അക്കൗണ്ട് മാത്രം മാറാം. അറിയാൻ ഈ ചെക്കിന്റെ മൂലയ്ക്ക് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് ടോപ്പ് എൻഡില് 2 വര വരച്ചാൽ മാത്രം പോലും ക്രോസായി. ഇല്ലെങ്കിൽ ആൻഡ് കമ്പനി ക്രോസായി, AC പേ ക്രോസായി, ഇല്ലെങ്കിൽ അക്കൗണ്ട് പേ ഉള്ളി എഴുതി 2 വര വരച്ചാൽ പോലും ക്രോസായി എന്നുള്ളതാണ്. ശരിയാ, നിയമം അനുസരിച്ച്. അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം വെച്ചാല് ദിസ് ചെക്ക് ക്യാൻ ബി എൻകാഷ് ഓൺലി ത്രൂ ആൻ അക്കൗണ്ട്. അങ്ങനെയുള്ള ഗുണം ആരാണ് ഈ പണം എൻകാഷ് ചെയ്തെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ക്യാഷ് ചെക്ക് ആണെങ്കിൽ ആർക്കും കൊണ്ട് മാറാക്കുന്ന അവസ്ഥ. ഞാനൊരു പണ്ട് ഞാനൊരു കോടതി കേസാണ്, അത് ചങ്ങനാശ്ശേരി കോടതിയാണ്. അപ്പോൾ കോടതിയിൽ കേസ് നടത്തിയ അവസരത്തിൽ ക്യാഷ് ചെക്കാണ് കൊടുത്തത്. ക്യാഷ് ചെക്ക് എന്ന് തന്നെ കംപ്ലീറ്റ് പറയാൻ പറ്റില്ല, ആളുടെ പേരെഴുതിയാണ് കൊടുത്തത്, പക്ഷെ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. അവസാനം ഈ എതിർഭാഗം തർക്കിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെക്ക് ഡ്രോ ചെയ്ത ആളുടെ ആവശ്യം വേണ്ടി തന്നെയാണ്, എനിക്കല്ല. എൻ്റെ പേര് തന്നുള്ളൂ, ഞാൻ ക്യാഷ് എൻകാഷ് ചെയ്ത് അവിടെ കൊണ്ട് കൊടുത്തുന്ന അവർ തർക്കിച്ചു. എന്താ കോടതി അത് വാദിക്ക് അനുകൂലമായി വിധിച്ചില്ല. ഇപ്പം ഹൈക്കോടതിയിൽ അപ്പീൽ പെൻഡിങ് ആണ്. എന്നിരുന്നാലും പണം എൻകാഷ് ചെയ്തിട്ടും, അപ്പം ഞാൻ കോടതിയിൽ ഈ പണം ഇന്നയാളാണ് എൻകാഷ് ചെയ്ത് ബാങ്ക് മാനേജറെ വിളിച്ച് സമ്മൺ ചെയ്ത് വരുത്തി ബാങ്ക് രേഖകൾ കൊണ്ടുവന്ന് ഇന്നയാൾ പ്രതി തന്നെയാണ് പണം എൻകാഷ് ചെയ്തെന്ന് വരെ തെളിയിച്ചിട്ട് പോലും ഈ കേസ് ചെക്ക് ക്രോസ് ചെയ്യാതിരുന്നുള്ള ഒറ്റ കാരണത്താൽ വാദിക്ക് അനുകൂലമായ വിധി കിട്ടാതെ പോയി. അതുകൊണ്ട് ആ ഒരു ക്രോസിങ്ങിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് അക്കൗണ്ട് പേ ആയിട്ട് പ്രത്യേകിച്ച് വലിയ തുകകൾ കൊടുക്കുന്നത് കൂടുതൽ നന്നായിരിക്കും.